എല്ലാവർക്കും വിൻപ്ലസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ രണ്ടാമത്തെ അധ്യായമായ ഫ്രം ട്രേഡ് ടു പവർ അഥവാ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന അധ്യായമാണ്. USS NMMS തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ പ്രധാനമായും 2ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി പരമാവധി ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. മുഴുവൻ ആളുകളും വീഡിയോ പൂർണ്ണമായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ രണ്ടാമത്തെ അധ്യായമായ ഫ്രം ട്രേഡ് ടു പവർ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഈ അധ്യായത്തിലെ പ്രധാനമായും 8 കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുകയും ഓരോ പോയിന്റുകളിലും പരീക്ഷയ്ക്ക് സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നത് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഫ്രം യൂറോപ്പ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്ന യൂറോപ്യന്മാർ ആരൊക്കെയാണ്, ഏത് സാഹചര്യത്തിലാണ്, ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ്. ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന യൂറോപ്യന്മാർ പോർച്ചുഗൽ, അതിനുശേഷം ഡച്ച് ടു ഇന്ത്യ, പിന്നീട് ദ അഡ്വൻറ്റ് ഓഫ് ഇംഗ്ലീഷുകാരുടെ ഒരു ആധിപത്യം, പിന്നീട് ഫ്രഞ്ച് ട്രേഡ് റിലേഷൻ, ഫ്രാൻസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധം എങ്ങനെയായിരുന്നു. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്, 6ാമത്തെ പോയിന്റ്, ദ കോമ്പറ്റീഷൻ ഫോർ ദി മൊണോപ്പൊളി ഓഫ് ട്രേഡ്. കച്ചവടത്തിൽ ഏകാധിപത്യം സ്ഥാപിക്കാൻ പരസ്പരം യൂറോപ്യൻ രാജ്യങ്ങൾ മത്സരിച്ചത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻസ് പവർ. എങ്ങനെയാണ് ഈ മത്സരത്തിനൊടുവിൽ, യൂറോപ്യൻ രാജ്യങ്ങളുടെ മത്സരത്തിനൊടുവിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരിപൂർണമായ അധികാരം ഇന്ത്യയിൽ നേടിയെടുത്തത്. പിന്നീട് പഠിക്കാനുള്ള പോയിന്റ്, ലെജിസ്ലേഷൻസ് ഓഫ് ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമനിർമ്മാണങ്ങൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പൂർണ്ണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോ പോയിന്റ് വീതം നോക്കാം. ആദ്യത്തേത്, ഫ്രം യൂറോപ്പ് ടു ഇന്ത്യ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാർ ശ്രമം ആരംഭിച്ചു. സമുദ്രത്തിലൂടെ കച്ചവടപാത, അതായത് വാണിജ്യപാത കണ്ടെത്തിയതോടെ യൂറോപ്യന്മാരായ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നീ ശക്തികൾ കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തി. ഈ ഭാഗത്തു നിന്നുമുള്ള പ്രധാന ചോദ്യങ്ങൾ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏത് വർഷം? ഉത്തരം 1453. കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? പോർച്ചുഗൽ, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രാൻസ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ. പല പരീക്ഷകൾക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ ക്രമപ്രകാരം എഴുതുക എന്നുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു വെക്കാവുന്ന രീതി ഒരു കോഡ് രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. PDF, നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ് PDF എന്ന് പറയുന്നത്. P എന്ന് വെച്ചാൽ പോർച്ചുഗൽ, D ഡച്ച്, E ഇംഗ്ലണ്ട്, F ഫ്രാൻസ്. ഇതാണ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന രാജ്യങ്ങളുടെ കച്ചവട ആവശ്യം ഇന്ത്യയിലേക്ക് വന്ന രാജ്യങ്ങളുടെ ആ ഒരു ക്രമം. അതിനെ നമുക്ക് PDF എന്ന ആ ഒരു കോഡിൻ്റെ സഹായത്തോടു കൂടി എല്ലാ കാലവും ഓർത്തു വെക്കാൻ സാധിക്കും. നോക്കാം നമുക്ക് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുമായി നങ്കൂരമിട്ടു. ആ കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന
സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമക്ക് കച്ചവട സൗകര്യങ്ങൾ കോഴിക്കോട് അഥവാ കാപ്പാട് ഭാഗത്ത് നൽകിയില്ല. അതിനാൽ ഗാമയും സംഘവും കാപ്പാട് നിന്ന് കണ്ണൂരിലേക്ക് പോയി. അവിടെ നിന്നും അവർക്കാവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഗാമയും കൂട്ടരും പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡ ഗാമയെ തുടർന്ന് അൽമേദ, അൽബുക്കർക്ക് എന്നീ പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ടയും പോർച്ചുഗീസ് നിർമ്മിതിയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. ഇന്ത്യയിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നറിയപ്പെടുന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്ന കുഞ്ഞാലിമരയ്ക്കാർമാർ ആയിരുന്നു. നോക്കാം നമുക്ക് ഈ ഭാഗത്തെ പ്രധാന ചോദ്യങ്ങൾ. പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയത് ഏത് വർഷം? ഉത്തരം 1498. ആരുടെ നേതൃത്വത്തിലായിരുന്നു പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയത്? ഉത്തരം വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ വാണിജ്യത്തിനായി ഇന്ത്യയിൽ എത്തിയത് ഏത് പ്രദേശത്താണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് തീരത്ത്. വാസ്കോഡ ഗാമ വാണിജ്യത്തിനായി കാപ്പാട് എത്തിയ സമയം കോഴിക്കോട് ഭരിച്ചിരുന്നത് ആര്? ഉത്തരം സാമൂതിരി രാജാവ്. സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകാതിരുന്നപ്പോൾ ഗാമ എങ്ങോട്ടാണ് പോയത്? ഉത്തരം കണ്ണൂർ ഭാഗത്തേക്ക്. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ആരൊക്കെയായിരുന്നു? അൽമേദ, അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതായിരുന്നു? ഉത്തരം ഗോവ, ദാമൻ, ദിയു. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ പ്രധാന നിർമ്മിതികൾ ഏതെല്ലാമാണ്? ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂർ ജില്ലയിലെ സെൻ്റ് ആഞ്ചലോ കോട്ട. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പോർച്ചുഗീസുകാരെ. പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ പ്രധാന കാർഷിക വിളകൾ പൈനാപ്പിൾ, പപ്പായ, പേരക്ക, കശുവണ്ടി, വറ്റൽമുളക്, പുകയില. അച്ചടി യന്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ പ്രധാന കലാരൂപം ഏതാണ്? ഉത്തരം ചവിട്ടുനാടകം. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയത് ആര്? ഉത്തരം സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്ന കുഞ്ഞാലിമരയ്ക്കാർ. ഇനി നമുക്ക് നോക്കാം ഡച്ചുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെ അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ആണ്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി 1741 കുളച്ചലിൽ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇത് കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നു. ഡച്ചുകാരെ ലന്തക്കാർ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കാം. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്ന യൂറോപ്യൻ ശക്തി ഏതായിരുന്നു? ഉത്തരം ഡച്ചുകാർ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം കൊച്ചി, കൊല്ലം. ഡച്ചുകാർ തയ്യാറാക്കിയ കേരളത്തിൻ്റെ ഔഷധ സസ്യങ്ങളെ പരാമർശിക്കുന്ന പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ആരായിരുന്നു? ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കുന്നതിന് ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിനെ സഹായിച്ച മലയാളി ആരായിരുന്നു? ഉത്തരം ഇട്ടി അച്യുതൻ വൈദ്യർ. ഇന്ത്യയിലെ ഡച്ചുകാരുടെ അടിത്തറ ഇല്ലാതാക്കിയ യുദ്ധം ഏതാണ്? ഉത്തരം
കുളച്ചൽ യുദ്ധം 1741. കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? ഉത്തരം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. മാർത്താണ്ഡവർമ്മ ഏത് നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ. അടുത്തത് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ രൂപീകരിച്ചതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. പിന്നീട് മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. നമുക്ക് ഈ ഭാഗത്തെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച വർഷം 1600 ലണ്ടനിലാണ് ആരംഭിച്ചത്. ഏതെല്ലാം രാജ്യങ്ങളുമായി വാണിജ്യബന്ധം ഉണ്ടാക്കാനാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്? ഉത്തരം പ്രധാനമായും ഇന്ത്യ, ചൈന. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏത്? ഉത്തരം ഗുജറാത്തിലെ സൂറത്ത്. ഇനി നമുക്ക് ഫ്രഞ്ച് കച്ചവടക്കാർ ഇന്ത്യയിൽ വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രാൻസുകാർ ഇന്ത്യയിലെത്തി. പുതുച്ചേരി എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരി ആയിരുന്നു, അതുപോലെ മാഹി, കാരയ്ക്കൽ ഈ സ്ഥലങ്ങളായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും പോണ്ടിച്ചേരി, അതുപോലെ മാഹി, കാരയ്ക്കൽ. നോക്കാം. നൽകിയിരിക്കുന്ന ഈ ഒരു മാപ്പ് പ്രകാരം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ യൂറോപ്യൻ ശക്തികളുടെ കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന്. പ്രധാനമായും 4 യൂറോപ്യൻ ശക്തികളായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത്. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രാൻസ്. ഇവർ പ്രധാനമായും ഇന്ത്യയിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തുറമുഖങ്ങൾ അഥവാ തീരപ്രദേശങ്ങൾ, തുറമുഖങ്ങളാക്കാവുന്ന പ്രദേശങ്ങൾ, കടൽ തീര പ്രദേശങ്ങളായിരുന്നു അവർ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതിൻ്റെ കാരണം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് കടൽ മാർഗം മാത്രമായിരുന്നു യാത്രാ സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ദീർഘദൂര യാത്രകളൊക്കെ കടൽ മാർഗം മാത്രമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവർ കടലിലൂടെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കടൽ തീര പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ എല്ലാ കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് മുഴുവൻ കച്ചവട കേന്ദ്രങ്ങളും ഈ ഒരു കടൽ തീര പ്രദേശങ്ങളായി മാറിയത്. അടുത്തത്, എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കച്ചവടാധിപത്യം നേടിയെടുത്തത് എന്നതാണ്. നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കച്ചവടാധിപത്യത്തിനു വേണ്ടി ധാരാളം മത്സരിച്ചു. ഒരുപാട് യുദ്ധങ്ങൾ ഇവർ തമ്മിൽ ചെയ്തു. ഇവർ തമ്മിൽ, അതായത് ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിലുള്ള മത്സരത്തെ അഥവാ യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ യുദ്ധത്തിൽ ഫ്രഞ്ച് പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിലെ വാണിജ്യാധിപത്യം പൂർണ്ണമായും ബ്രിട്ടീഷുകാരിലേക്ക് മാത്രമായിട്ട് മാറി. ഇന്ത്യയുടെ അധികാരം, ബ്രിട്ടീഷുകാരുടെ അധികാരം എങ്ങനെ അവർ വ്യാപിപ്പിച്ചു എന്നതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. വാണിജ്യാധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ അധികാരം നേടിയെടുക്കുക എന്നതായിരുന്നു. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും ലക്ഷ്യമാക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ബംഗാളിൽ അധികാരം നേടി.
1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിൽ ബംഗാളിലെ പ്ലാസി എന്ന പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. പിന്നീട് 1764 ബക്സാർ യുദ്ധം വിജയിച്ചതോടെ ബംഗാൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. പ്ലാസി ബക്സാർ യുദ്ധങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യമുള്ള പ്രദേശങ്ങളാണ് ഇവിടെ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ രാജ്യത്തെ പ്രബല ശക്തിയായി. മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചത് ബ്രിട്ടീഷുകാരുടെ മലബാറുമായുള്ള കച്ചവടത്തിന് തടസ്സമായി. അതുപോലെ ഫ്രഞ്ച് സേനയുമായി ടിപ്പു സുൽത്താനുള്ള സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷ് കമ്പനിയെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാം മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂരുമായി ബന്ധപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി അഥവാ ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ബ്രിട്ടീഷുകാരും മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താനുമായി ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. മൈസൂർ നാട്ടുരാജ്യവും കൂടി ബ്രിട്ടീഷുകാർ കീഴടക്കിയപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ബംഗാളിൽ അധികാരം നേടിയെടുക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ബംഗാളിൻ്റെ കാർഷിക സമൃദ്ധി, കച്ചവട സൗകര്യം. പ്ലാസി യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാരും ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗലയും. പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1757. ബക്സാർ യുദ്ധം നടന്നത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1764. മൈസൂരിൽ അധികാരം നേടിയെടുക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ മലബാറുമായുള്ള കച്ചവടത്തിന് മൈസൂർ രാജാക്കന്മാർ തടസ്സം നിന്നത്. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഫ്രഞ്ചുകാരുമായുള്ള സൗഹൃദവുമാണ് മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ടിപ്പു സുൽത്താൻ മരണം വരിച്ചത് ഏത് യുദ്ധത്തിലായിരുന്നു? ഉത്തരം 4ാം മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യം നേടിയ പ്രദേശം ഏതായിരുന്നു? ഉത്തരം മലബാർ, കൂർഗ് പ്രദേശങ്ങളിൽ. മറ്റൊരു പ്രദേശമായിരുന്നു മറാത്ത. നോക്കാം. ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് മറാത്തികൾ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. പിന്നീട് സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ കീഴടക്കി. 1857 ആയ സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള നാട്ടുരാജ്യങ്ങളാണ് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം പൂർണ്ണമായും നേരിട്ട് ബ്രിട്ടീഷുകാർ അധികാരം കൊണ്ടാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ 1857 ആയതോടെ മാറി. ഇനി നമുക്ക് ഈ ഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം. മറാത്ത പ്രദേശത്തെ അധികാരം നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം എന്തെല്ലാമായിരുന്നു? നോക്കാം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചതായിരുന്നു പ്രധാനമായും മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയതുപോലെ നിയമനിർമ്മാണം വഴിയും മറ്റു ചില നാട്ടുരാജ്യങ്ങളെ അവർ അവരുടെ വരുതിയിലാക്കി. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയും ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷ് സൈന്യം, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉറപ്പു നൽകി. അതുപോലെ
ദത്തവകാശ നിരോധന നിയമം എന്നാൽ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന സമ്പ്രദായമാണ്. നിയമനിർമ്മാണത്തിലൂടെ ബ്രിട്ടീഷുകാർ നേടിയെടുത്ത പ്രദേശങ്ങളായിരുന്നു സൈനിക വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ. ദത്തവകാശ നിരോധന നിയമപ്രകാരം സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളും. ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ ഏതെല്ലാമായിരുന്നു? ഒന്ന്, സൈനിക സഹായ വ്യവസ്ഥ. മറ്റൊന്ന്, ദത്തവകാശ നിരോധന നിയമം. അടുത്ത ചോദ്യം നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരായിരുന്നു? ഉത്തരം, വെല്ലസ്ലി പ്രഭു. അടുത്ത ചോദ്യം: ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരായിരുന്നു? ഉത്തരം, ഡൽഹൌസി പ്രഭു. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയത് എന്നുള്ളതാണ്. പ്രധാനമായും നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. രണ്ട് രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തിയത്. ഒന്ന്, യുദ്ധങ്ങളിലൂടെ സൈനിക ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. മറ്റൊന്ന്, നിയമനിർമ്മാണത്തിലൂടെ. ഇത്രയും കാര്യങ്ങളാണ് 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് വിഷയത്തിലെ രണ്ടാമത്തെ അധ്യായമായ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന പാഠം മുന്നോട്ട് വെക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി, 3ാമത്തെ അധ്യായം ഉൾക്കൊള്ളിക്കുന്ന മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരം ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മുഴുവൻ ആളുകളും വിൻപ്ലസ് അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക.